മാർത്തോമ യുവജന സഖ്യത്തിന്റെ നിഷ്ഠയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടത്തുന്ന ക്ലീൻ മാരാമൺ മീറ്റിംഗിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. അതോടൊപ്പം തന്നെ കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ലെപ്രസിയുടെ അവലോകനം കൂടെയാണ്, അതിന്റെ അവയർനെസ് മീറ്റിംഗ് കൂടെയാണ് ഈ സമയത്ത് നടത്തപ്പെടുന്നത്. ഇന്ന് ഈ കേരള ഭൂമിയിൽ നമ്മുടെ നാടിനൊക്കെ നൽകേണ്ടതായിട്ടുള്ള അവയർനെസ് നൽകുവാൻ ഇപ്പോൾ തോട്ടപ്പുളിശ്ശേരി ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവകുമാരി മാഡവും മല്ലപ്പുളിശ്ശേരി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കിരൺ ബായി മാഡവും നമ്മളോടൊപ്പം സംബന്ധിക്കുന്നു. ഇരുവരും ഇപ്പോൾ നമുക്കിതിന് വേണ്ടതായിട്ടുള്ള അവയർനെസ് നൽകും. തുടർന്ന് ഒരു പ്രതിജ്ഞ ഏറ്റെടുത്തതിനു ശേഷം നമ്മൾ ഈ ക്ലീൻ മാരാമണിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടുപേരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം മാഡം നമുക്ക് നൽകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന സംഘാടകരോട് ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു. ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഒരു അവയർനെസ് നമ്മുടെ ഇവിടെ കേരള ഗവൺമെന്റ് ഏറ്റെടുത്ത് നടപ്പാക്കുന്ന 2 പ്രോഗ്രാമുകൾ, എലിമിനേഷൻ ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്ന് ലെപ്രസി, ഒന്ന് TB, ഇത് രണ്ടിനെ പറ്റിയുള്ള ഒരു അവയർനെസ് കൊടുക്കണമെന്ന് ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ അതിന് ഉള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന, അതും പ്രത്യേകിച്ച് യുവജന സഖ്യത്തിൽ ഉള്ള കുട്ടികളോട് അതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. ഇത് 2 ഡിസീസ് എന്ന് പറയുന്നത് ഒന്ന് ലെപ്രസി. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഇത് ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ 25ഓളം കേസുകൾ, ലെപ്രസി കേസുകൾ നമ്മുടെ ട്രീറ്റ്മെന്റിലുണ്ട് എന്നാണ് നമ്മുടെ ഇതിലുള്ളത്. അതുപോലെ തന്നെ TB കേസുകളും നമുക്ക് ഉണ്ട്. അതില് ലെപ്രസി കേസുകളുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് അതിനകത്ത് കണ്ടുപിടിക്കാൻ അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. ആദ്യത്തെ 9 മാസം മുതൽ 5 വർഷം അല്ലെ 25-35 വർഷം വരെ കഴിയും ഇതിന്റെ ലക്ഷണം പുറത്ത് കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അത് നേരത്തെ തന്നെ കണ്ടെത്തി, അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗം 6 മാസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് മാറുന്ന രീതിയിൽ അത് മാറ്റുന്നതിന് വേണ്ടി നമ്മളൊരു ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ജനുവരി 30 മുതൽ ഫെബ്രുവരി 12, ഇന്നാണ് എന്റെ ലാസ്റ്റ് ദിവസം, ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ആയിരുന്നു നമ്മളിവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് ഇതുപോലുള്ള പാടുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ പാടുകൾ നോക്കിയിട്ട് ഇതുപോലുള്ളത് എന്തെങ്കിലും നമ്മുടെ ഏരിയയിൽ, നമ്മുടെ വീടുകൾക്കടുത്തോ ആർക്ക് സ്പർശനശേഷി ഇല്ലാത്തതായിട്ടുള്ളതോ, വേദനയില്ലാത്ത മുറിവുകൾ, ഉണങ്ങാത്ത മുറിവുകൾ, ഇതുപോലെ തൊലിപ്പുറമേ കാണുന്ന സ്പർശനശേഷി ഇല്ലാത്ത അടയാളം, പുഴുകടി എന്ന് തോന്നിക്കുന്നതും അങ്ങനെയുള്ള പാടുകൾ, ഇതുപോലുള്ളതൊക്കെ ഒന്ന് ട്രീറ്റ്മെന്റിന് വിധേയമാക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ലെപ്രസി രോഗം കണ്ടുപിടിക്കാനും ട്രീറ്റ്മെന്റിലൂടെ അത് പൂർണ്ണമായി മാറ്റാനും സാധിക്കുന്നതാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പ്ലെഡ്ജ് ഉണ്ട്, അത് ചൊല്ലി തരുന്നതായിരിക്കും. കുഷ്ഠരോഗം വായുവിലൂടെ പകരുന്ന രോഗമാണെന്നും ഇതാർക്കും പിടിപെടാമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും കുഷ്ഠരോഗം ഉണ്ടെന്നും ആരംഭത്തിലെ ചികിത്സ തേടിയാൽ ഈ രോഗം പൂർണ്ണമായി ഭേദമാക്കാൻ കഴിയുമെന്നും എനിക്കറിയാം. കുഷ്ഠരോഗം ബാധിച്ചവരോട് വിവേചനം കാണിക്കില്ലെന്നും ദേഹപരിശോധന നടത്തി എനിക്ക് കുഷ്ഠരോഗം ഇല്ല എന്ന് ഉറപ്പാക്കുമെന്നും ഇതിനായി അശ്വമേധം ക്യാമ്പിനോട് ആത്മാർത്ഥമായി സഹകരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. അതുപോലെ തന്നെ TB, ക്ഷയരോഗം എന്ന് പറഞ്ഞ ഒരു 100 ദിന പരിപാടി സർക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്ന 100 ദിന പരിപാടിയായിട്ട് അത് ഡിസംബർ 12 മുതൽ മാർച്ച് 24 വരെ നടക്കുന്ന ആ പ്രോഗ്രാമിന് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്ലെഡ്ജും കൂടെ ഇപ്പോൾ ചൊല്ലുന്നതായിരിക്കും. ക്ഷയരോഗം ആരെയും ബാധിക്കാമെന്നും കുട്ടികൾക്കും ക്ഷയരോഗം വരാമെന്നും ഞാൻ തിരിച്ചറിയുന്നു. 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ,
പനി, കുട്ടികളിൽ പ്രായത്തിനനുസരിച്ച് തൂക്കം വയ്ക്കാതിരിക്കുക, വിശപ്പില്ലായ്മ, ക്ഷീണം എന്നിവ കണ്ടാൽ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തി പരിശോധിച്ച് ക്ഷയരോഗമില്ല എന്ന് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഞാൻ തിരിച്ചറിയുന്നു. കുടുംബത്തിലുള്ളവർക്കോ പരിചയമുള്ള മറ്റാളുകൾക്കോ രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ കഫപരിശോധന നടത്തി ക്ഷയരോഗമില്ലെന്ന് ഉറപ്പിക്കുന്നതിന് ഞാൻ പ്രോത്സാഹനം നൽകും. ചികിത്സ തുടങ്ങി കഴിഞ്ഞാൽ 2-3 ആഴ്ചയിൽ രോഗപകർച്ച ഇല്ലാതാകുന്നതിനാൽ രോഗബാധിതരെ അകറ്റി നിർത്തുകയില്ല, ചേർത്ത് നിർത്തുകയാണ് വേണ്ടതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കും വായും മൂടുകയും പൊതുനിരത്തിൽ തുപ്പാതിരിക്കുകയും ചെയ്ത് പ്രതിരോധ ശീലങ്ങൾ ഞാനും എന്റെ കൂട്ടുകാരും പാലിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ക്ഷയരോഗം നമുക്കിടയിൽ ഉണ്ടെന്നും ഫലപ്രദമായ ചികിത്സയിലൂടെ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണെന്ന സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ ഞാൻ പങ്കാളിയാകും എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. പിന്നെ ക്ഷയരോഗം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കൂടുതലും ഡയബറ്റിക്സ് ഉള്ള ആൾക്കാർ, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവര്, പാലിയേറ്റീവ് പേഷ്യൻസ്, ഇങ്ങനെയുള്ള ആൾക്കാര് എന്ന് വെച്ചാൽ വെയിറ്റ് കുറവുള്ള ആൾക്കാര്, ഇതുപോലുള്ള ആൾക്കാരുടെ കഫം പരിശോധിച്ച് നമുക്ക് ക്ഷയരോഗമില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു അതിന്റെ കൂടെ പുകവലിക്കുന്നവര്, ആസ്മ രോഗികള്, പിന്നെ മദ്യപിക്കുന്ന ആളുകള്, ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവരെ ഇതിലേക്ക് കഫം പരിശോധിക്കുന്നതിലേക്ക് വിടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. നിങ്ങളത് ഏറ്റെടുത്ത് നടപ്പാക്കുക. നന്ദി, നമസ്കാരം.